എഫും എഫ് എസ് ഡി എല്ലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ കോടതിയിൽ പോയിരുന്നു, സുപ്രീം കോടതിയിൽ പോയിരുന്നു. അപ്പം അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട്, അന്തിമ തീരുമാനം എത്തിയിട്ടുണ്ട്. എന്തായാലും ഇനി ഫിഫ ബാനൊന്നും ഇന്ത്യക്ക് ഉണ്ടാവാൻ പോകുന്നില്ല. അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ പരിശോധിക്കാൻ അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റിലേക്ക് കിടക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഇന്ത്യൻ ഫുട്ബോൾ അപ്ഡേറ്റ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ കിടക്കാം. അത് തന്നെ നോക്കുകയാണെങ്കിൽ എഫ് എസ് ടി എല്ലും എ എഫ് എഫും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഏകദേശം അവസാനിക്കാൻ പോവുകയാണ്. സുപ്രീം കോടതിൻ്റെ തീരുമാനം വന്നിട്ടുണ്ട്. ഇപ്പോഴുള്ള കമ്മിറ്റി മാറ്റം വരുന്നില്ല, ഇലക്ഷനൊന്നും വരുന്നില്ല. ഇപ്പോൾ ഉള്ളവർ തന്നെയായിരിക്കും, അതായത് കല്യാൺ ചൗബയൊക്കെ തന്നെയായിരിക്കും പ്രസിഡൻ്റായി തുടരുക. പിന്നെ റിലഗേഷനും പുറത്താക്കലും, ടീമിൻ്റെ റിലഗേഷൻ കാര്യങ്ങളൊക്കെ ഐഎസ്എല്ലിൻ്റെ വരാൻ പോകുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതൊക്കെ പിന്നെ ഐഎസ്എല്ലൊക്കെ ഉടനെ ആരംഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇനിയിപ്പം ഫിഫ ബാനൊന്നും ഇന്ത്യക്ക് ലഭിക്കാൻ പോകാൻ സാഹചര്യം ഇല്ല. പിന്നെ എടുത്തു വരേണ്ട ബ്ലാസ്റ്റേഴ്സിൻ്റെ അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം മെസ്സി വരുന്ന കൊച്ചിയിലായിരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിന് റിപ്പോർട്ടുകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരത്തല്ല, കൊച്ചിയിലാണ്. അപ്പോൾ ജവഹർലാൽ സ്റ്റേഡിയത്തിലായിരിക്കും മത്സരങ്ങൾ നടക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര നിലവാരത്തിൽ സ്റ്റേഡിയം മാറ്റേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടാൻ പോകുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം സ്റ്റേഡിയമാണ്. അപ്പം അങ്ങനെ എല്ലാം അവിടെ പണികളൊക്കെ നല്ല രീതിയിൽ ആവുമല്ലോ. അത് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് വരുമ്പം നല്ല രീതിയിൽ മാറ്റങ്ങളൊക്കെ അവിടെ വരും. അപ്പോൾ അത് ബ്ലാസ്റ്റേഴ്സിന് നല്ല രീതിയിൽ ഉപകാരപ്പെടും, ആരാധകർക്ക് നല്ല ഉപകാരപ്പെടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റ് അപ്ഡേറ്റുമായി വ്യത്യാസം വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ബട്ടൺ അഭിപ്രായ നിർദ്ദേശം കമന്റ് ചെയ്യാം.